നമസ്കാരം. സോഷ്യൽ മീഡിയ താരമായ ജുനൈദ് മരണപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഞെട്ടലോടെയാണ് സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ഈ ഒരു മരണ വാർത്ത കേട്ടതും പ്രചരിപ്പിച്ചത്. ബൈക്ക് അപകടത്തിലാണ് ജുനൈദ് മരിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ ഡാൻസ് വീഡിയോ പങ്കുവച്ചാണ് ജുനൈദ് വൈറലാകുന്നത്. പലപ്പോഴും ജുനൈദിന്റെ വീഡിയോയ്ക്ക് താഴെ പരിഹാസ കമന്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. എങ്കിലും ജുനൈദ റീലുകൾ പങ്കുവയ്ക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നില്ല. ഇതിനിടയിലാണ് യുവതിയെ പ്രണയം നടിച്ച, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച എന്ന പരാതിയിൽ അതിന്റെ കേസിൽ ജുനൈദിനെ മാർച്ച് 1 മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പുറത്തു വന്ന ജുനൈദിൽ മാറ്റങ്ങൾ പിന്നീട് ഉണ്ടായതായാണ് അടുത്ത വൃത്തങ്ങളെല്ലാം തന്നെ അറിയിച്ചിരുന്നത്. എങ്കിലും ജുനൈദ് പിന്നോട്ട് പോയില്ല. ഇത്തരം പരാതികളൊക്കെ ഉയർന്നിട്ടും അതിനൊന്നും വകവയ്ക്കാതെ തന്നെ തിരിച്ചു വന്ന ജുനൈദ പുതിയ ലുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് പങ്കുവച്ചിരുന്നു. താടിയൊക്കെ ഷേവ് ചെയ്ത ലുക്കിലായിരുന്നു ജുനൈദ പരിഹസിക്കേണ്ടവർക്ക് വന്ന പരിഹസിച്ചു പോകാം എന്ന കുറിപ്പോടെ വീഡിയോ ചെയ്തത്. ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നിരുന്നത്. ആരും കമന്റ് ഇട്ട് ട്രോൾ ചെയ്യരുത്, ആൾ മഞ്ചേരി വെച്ച ഒരു ബൈക്ക് ആക്സിഡന്റിൽ അല്പം മുൻപ് മരണപ്പെട്ടു, താൻ ഇന്നുവരെ ഈ സഹോദരനെ മനസ്സുകൊണ്ട് പോലും കളിയാക്കിയിട്ടില്ല എന്നൊക്കെയുള്ള കമന്റുകളായിരുന്നു പിന്നീട് വന്നത്. മരണപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു, മുന്നേ വന്ന വിവാദങ്ങളിൽ എന്താണ് സത്യം എന്ന് പോലും അറിയാതെ പലരും വളരെ മോശമായ രീതിയിൽ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും കാണാനിടയായി. എന്തായാലും ഇപ്പോൾ അദ്ദേഹം നല്ലവനായി, പ്രാർത്ഥനയായി, ഇപ്പോൾ കളിയാക്കിയവർക്കൊക്കെ നല്ല സങ്കടവുമായി കാണുമെന്നൊക്കെയാണ് കമന്റുകൾ വന്നത്. സാധാരണ ഇത് പതിവുള്ള ഒരു കാഴ്ച തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം മറന്ന് ഒറ്റയടിക്ക് അയാൾ നല്ലവനാകുന്നു എന്നത്. ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നതിന് ശേഷമാണ് ജുനൈദിന് ജീവൻ നഷ്ടമായത്. ഇനി എങ്ങനെ പൊരുത്തപ്പെടും നിങ്ങൾ? ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയില്ല എങ്കിൽ നമ്മൾ മൗനം പാലിക്കുന്നത് ആയിരിക്കും നല്ലതെന്നൊക്കെയാണ് കമന്റുകളായി വന്നത്. സത്യമാണത്. ഒരാളെ കുറിച്ച് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയണമെന്നുമില്ല. പലതരത്തിലുള്ള ആരോപണങ്ങൾ വരും, പരാതികൾ വരും. പക്ഷെ നമുക്കറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച അയാളുടെ ഭാവി ഇല്ലാതാക്കരുത് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നത്. ഇനി നല്ലത് പറഞ്ഞു വരുന്നവരുടെ തിരക്കായിരിക്കും. ജീവിച്ചിരിക്കുമ്പോഴാണ് അത് പറയേണ്ടത്, മരണം എന്ന് വിളിച്ചിട്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത്. ഇതൊരു പക്ഷേ ജുനൈദ് കേൾക്കുന്നുണ്ടാവില്ല എന്നൊക്കെ നീളുന്നു കമന്റുകൾ. പാവം എങ്ങനെയായാലും നാലാൾ അറിഞ്ഞില്ലേ, നമ്മളൊക്കെ പോയാൽ ആരറിയാനാണ്? വീഡിയോയ്ക്ക് പരിഹസിക്കാൻ വരുന്നവരെ കാത്തു നിൽക്കാതെ പോയല്ലോ, ആദരാഞ്ജലികൾ എങ്ങനെയും പോകുന്നു കമന്റുകൾ. വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു അപകടം എന്നാണ് റിപ്പോർട്ട്. ജുനൈദ് സഞ്ചരിച്ച ബൈക്ക് മഞ്ചേരി മരത്താണിയിൽ വെച്ച് അപകടത്തിൽ പെടുകയായിരുന്നു. മഞ്ചേരി കാരക്കുന്ന് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് എന്നാണ് നിഗമനം. ഈ പരാതിക്ക് പിന്നാലെ നിരവധി പരിഹാസങ്ങളൊക്കെ ആയിരുന്നു ജുനൈദിന് നേരിടേണ്ടി വന്നത്. സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം തന്നെ നിരവധി ട്രോളുകളായിരുന്നു ജുനൈദിനെതിരെ വന്നത്. മാത്രമല്ല പത്രത്തലക്കെട്ടുകൾ വെച്ച് തന്നെ പലരും ജുനൈദിന്റെ പേര് പരാമർശിച്ചു തന്നെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം തന്നെ സാരമായി ജുനൈദിനെ ബാധിച്ചേക്കാം. ഈ ഒരു മനോനിലയിലൂടെ കടന്നു പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണവും ജുനൈദിനെ തേടിയെത്തിയത്.